വീണ്ടും വാർത്തകളിലേക്ക്. അയോധ്യ രാമക്ഷേത്ര കൊള്ളയിൽ SIT ഇന്ന് അന്തിമ റിപ്പോർട്ട് നൽകിയേക്കും. 3-അംഗ സമിതിയുടെ റിപ്പോർട്ടിൽ ചമ്പത് റായ്ക്കെതിരെ കൂടുതൽ കണ്ടെത്തൽ ഉണ്ടെന്നാണ് സൂചന. പ്രതികളുടെ പണമിടപാട് വിവരങ്ങൾ തേടി ആദായ നികുതി വകുപ്പ് പോലീസിനെ സമീപിച്ചു. മുഖ്യ സൂത്രധാരൻ ലവ്കുഷ് മിശ്രയുടെ വീട് ഇന്ന് സീൽ ചെയ്തേക്കും. വീടിന്റെ രേഖകൾ ഹാജരാക്കണമെന്ന് നേരത്തെ പോലീസ് നിർദ്ദേശിച്ചിരുന്നു. അതേസമയം രാമക്ഷേത്ര ട്രസ്റ്റ് വെബ്സൈറ്റിൽ നിന്നും ചമ്പത് റായുടെ പേരൊഴിവാക്കി. ആദിൽ പാലോട് ചേരുന്നു. അതിൽ വലിയൊരു സംഭാവന കൊള്ള, അതിന്റെ അന്തിമ റിപ്പോർട്ടിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. വമ്പന്മാർ എന്തായാലും അവർക്കെതിരെയൊക്കെ ഗൗരവതരമായ കണ്ടെത്തലുകൾ ഉണ്ടല്ലോ അല്ലെ? ഉറപ്പായും അങ്ങനെ ഉണ്ടാകുമെന്ന സൂചനയുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം 17 പേർക്കെതിരെ ചമ്പത് റായി, അനിൽ മിശ്രയടക്കം ട്രസ്റ്റിലെ 2 ഭാരവാഹികൾക്കെതിരെ കൂടി കേസെടുക്കണമെന്നുള്ളതായിരുന്നു ഇടക്കാല റിപ്പോർട്ടിലെ നേരത്തെയുള്ള നിർദ്ദേശം. അപ്പോൾ സർക്കാർ പറഞ്ഞിരുന്നത് അന്തിമ റിപ്പോർട്ട് വരട്ടെ, അപ്പോൾ വേണമെങ്കിൽ ഗുരുതരമായ പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ ചമ്പത് റായ്ക്കെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താം എന്നുള്ളതായിരുന്നു. ഇപ്പോഴത്തെ അന്തിമ റിപ്പോർട്ട് തയ്യാറായിരിക്കുന്നു. അവസാനവട്ട ചില പണികളിലാണ് SIT എന്ന് മനസ്സിലാക്കുന്നു. ഇന്നോ നാളെയോ തന്നെ ഈ അന്തിമ റിപ്പോർട്ട് യോഗി ആദിത്യനാഥിന്, UP മുഖ്യമന്ത്രിക്ക് പ്രത്യേക അന്വേഷണ സംഘം കൈമാറും. അയോധ്യയിലെ സംഭാവന കൊള്ളയിൽ എത്ര രൂപ മോഷണം പോയിട്ടുണ്ട്, ഇതിൽ എവിടേക്കൊക്കെയാണ് ഇതിന്റെ ചങ്ങല നീളുന്നത്, ശൃംഖല നീളുന്നത് എന്നത് സംബന്ധിച്ച് ഇതിൽ പരാമർശമുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ്. ഏതായാലും പ്രതികളുടെ പണമിടപാട് ഇപ്പൊ നിലവിൽ 8 പ്രതികളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ കസ്റ്റഡിയിൽ ഉള്ളത്. പ്രതികളുടെ പണമിടപാട് വിവരങ്ങൾ തേടി ആദായ നികുതി ഈ വകുപ്പിനെ സമീപിച്ചിട്ടുണ്ട് പോലീസ് എന്ന വാർത്ത വരുന്നുണ്ട്. മുഖ്യ സൂത്രധാരൻ ലവ്കുഷ് മിശ്രയുടെ വീട് ഇന്ന് സീൽ ചെയ്തേക്കും. നേരത്തെ വീടിന് ലഭിച്ച അനുമതി, ഇതിന്റെ കൃത്യമായ സോഴ്സ് ഒക്കെ ഹാജരാക്കണം എന്ന നിർദ്ദേശം പോലീസ് നൽകിയിരുന്നതാണ്. അത് ഹാജരാക്കിയില്ലെങ്കിൽ വീട് ഇന്ന് സീൽ ചെയ്തേക്കുമെന്ന വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. അതേസമയം ട്രസ്റ്റിന്റെ മുൻ ജനറൽ സെക്രട്ടറി ചമ്പത് റായുടെ പേര് വെബ്സൈറ്റിൽ നിന്ന് പൂർണ്ണമായി നീക്കിയിട്ടുണ്ട്. നേരത്തെ രാജിവെച്ചിരുന്ന കുറ്റാരോപിതനായ ഡോക്ടർ അനിൽ മിശ്രയുടെ പേരും നീക്കിയിട്ടുണ്ട്. 2 പേരുടെയും VIP പാസുകൾ കഴിഞ്ഞ ദിവസം റദ്ദാക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോഴിതാ അന്വേഷണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഇന്നോ നാളെയോ അന്തിമ റിപ്പോർട്ട് നൽകാനുള്ള നീക്കത്തിലാണ് SIT. ശരി, ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്.